എന്റെ കരുണമോള് വാശിക്കാരി ആയതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ലക്ഷ്മി മോളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഓ, അത് പ്രതാപേട്ടനും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അറിയാം, എനിക്കെല്ലാം അറിയാം. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ ഞാൻ നടക്കുന്നത്. ഇനിയിപ്പോ നിന്റെ ലക്ഷ്മി എത്ര വലിയ മഹാലക്ഷ്മി ആണെങ്കിലും ശരി, അവക്കൊരിക്കലും പ്രസവിക്കാൻ പറ്റില്ല. ആ പിന്നെ ഞാനും അമ്മയൊക്കെ പറയുന്നത് പോലെ അവളുടെ കെട്ടിയവന്റെ ഒക്കെ മുന്നിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. പ്രസവിക്കുന്ന കുഞ്ഞിന് താരാട്ട് പാടുക. എന്റെ മോളുടെ കുഞ്ഞിനെ ലക്ഷ്മിയും കണ്ണച്ചാരും കൂടി ഒന്നുപോലെ അങ്ങ് നോക്കട്ടെ. എത്രയോ കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാര് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നുണ്ട്. അവര് സ്വന്തം മക്കളെ പോലല്ലേ വളർത്തുന്നേ. സ്നേഹബന്ധം അല്ലേടി എല്ലാത്തിനും വലുത്. അതുകൊണ്ട് കരുണയ്ക്കുണ്ടാവുന്ന കുഞ്ഞിനെ അവര് സ്വന്തം കുഞ്ഞാണെന്ന് കരുതി അങ്ങ് നോക്കട്ടെ. അങ്ങനെ എന്റെ മോളും കണ്ണനും കരുതുള്ളൂ. ആ അങ്ങനെ കരുതിയാ അവർക്കും കൊള്ളാം. ഇന്നത്തെ കാലത്തെ 2 കുട്ടികള് കൂടുതലൊന്നും വേണ്ടെന്ന ആണും പെണ്ണും കരുതുന്നേ അവരെ തന്നെ വളർത്താൻ വലിയ പാടാ. എന്നാ ഞാനും അമ്മയും കരുണമോളോട് പറഞ്ഞിട്ടുണ്ട്, അവള് 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്ന്. 3-1 നിന്റെ മോൾക്കുള്ളതാടി, കണ്ണനും ലക്ഷ്മിക്കുള്ളതാ. അവർ ഏത് കുഞ്ഞിനാണോ ഏറ്റെടുക്കുന്നത് ആ കുഞ്ഞിനെ കണ്ണിലെ കിഷ്ടമട് പോലെ അങ്ങ് നോക്കട്ടെ. നിന്റെ മോളുടെയും മരുമോന്റെയും ഈ ജന്മം അങ്ങനെ അങ്ങ് ഒതുങ്ങിട്ടടി.